നമ്മുടെ ഈ ലോകത്ത് ഏറ്റവും അപകടകരമായൊരു വൈകാരിക തകർച്ച ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരാശയാണത് എന്ന് പറയേണ്ടി വരും. മനുഷ്യൻ്റെ നിരാശകൾ വിനാശകരങ്ങളാണ്. പലപ്പോഴും വല്ലാത്തൊരവസ്ഥയിലേക്ക് മനുഷ്യനെ തള്ളിവിടാവുന്ന ഒരു വൈകാരിക ഭാവമാണ് നിരാശ എന്ന് പറയുന്നത്. തകർച്ചയിലേക്കും വിഷാദാവസ്ഥയിലേക്കും ഒരുപക്ഷെ ഒരു വളരെ അങ്ങേയറ്റത്തൊരു ആത്മഹത്യയിലേക്കൊക്കെ പോലും കടന്ന് പോകാവുന്ന അവസ്ഥയിലേക്ക് മനുഷ്യനെത്തിക്കുന്ന അതീവ ഗുരുതരമായ വിനാശകരമായ അവസ്ഥയാണ് നിരാശ എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും പ്രതീക്ഷകൾ അമിതമാകുമ്പോൾ അല്ലെങ്കിൽ പ്രതീക്ഷകൾ സംഭാവന ചെയ്യുന്ന ഒന്നാണ്. പലപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മളത് പ്രതീക്ഷകളാണ് മനുഷ്യന് നിരാശ ഉണ്ടാക്കുന്നത്. പ്രതീക്ഷകൾ മോഹഭംഗങ്ങളും ഭഗ്ന പ്രതീക്ഷകളും വലിയ അളവിലുള്ള നിരാശയും സൃഷ്ടിക്കാൻ പര്യാപ്തമാവുന്നതാണ്. അപ്പോൾ പ്രതീക്ഷകൾ എന്ന് പറയുമ്പോൾ നമ്മൾ സൂക്ഷ്മമായി ശ്രദ്ധിച്ച് മനസ്സിലാവുന്നത് ഈ പ്രതീക്ഷകളൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള പ്രതീക്ഷകളാണ്. അതായത് ഈ പ്രതീക്ഷകൾ മുഴുവൻ തന്നെ അവനവനിൽ നിന്നുള്ള പ്രതീക്ഷയല്ല. പലപ്പോഴും പ്രതീക്ഷ മുഴുവൻ മറ്റുള്ളവരിൽ നിന്നാണ്. മറ്റുള്ളവർ നമുക്ക് എന്ത് വേണ്ടി ചെയ്യണം എന്നുള്ള, നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യണം എന്നുള്ള ആ ഒരു രീതിയിലാണ് നമ്മുടെ പ്രതീക്ഷകൾ മുഴുവൻ. നമ്മളൊക്കെ പറയും, നമ്മളൊക്കെ സ്നേഹത്തിൻ്റെ വക്താക്കളാണെന്ന് പറയും. ഐ ബിലീവ് ഇൻ ലവ് എന്ന് പറയും. നമ്മൾ സ്നേഹമാണ് എല്ലാം, സ്നേഹമാണ് അഖില സാരമൊഴിയിൽ എന്നൊക്കെ പാടിക്കളയും നമ്മൾ. സത്യത്തിൽ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ഈ സ്നേഹം, നമ്മൾ ഈ പറയുന്ന സ്നേഹമുണ്ടല്ലോ, അത് ആപേക്ഷികമാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം നമ്മൾ ഈ പറയുന്ന ആവർത്തിച്ച് പറയുന്ന സ്നേഹം നമുക്ക് കിട്ടേണ്ട സ്നേഹമാണ്. പലപ്പോഴും നമ്മൾ കൊടുക്കേണ്ട സ്നേഹത്തെക്കുറിച്ചല്ല നമ്മൾ ഈ പറയുന്നത്. നമ്മൾ വാചാലനാവുന്നത് മുഴുവൻ നമുക്ക് കിട്ടേണ്ട സ്നേഹത്തെക്കുറിച്ചാണ്. നമുക്ക് കിട്ടാതെ പോയ സ്നേഹത്തെക്കുറിച്ച്, നമുക്ക് കിട്ടേണ്ട പരിഗണനകളെക്കുറിച്ച്, നമുക്ക് കിട്ടേണ്ട ബഹുമാനത്തെക്കുറിച്ച്, നമുക്ക് കിട്ടേണ്ട സ്ഥാനത്തെക്കുറിച്ച്, നമുക്ക് കിട്ടേണ്ട പിന്തുണയെക്കുറിച്ച്, ഇതൊക്കെയാണ് നമ്മളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള എന്നിലുള്ള പ്രതീക്ഷകൾ കുറവാണ്. അവിടെയാണ് പ്രശ്നം വരുന്നത്. ശരിക്ക് നമുക്ക് യാതൊരു നിയന്ത്രണമില്ലാത്തൊരു മേഖലയിലാണ് നമ്മൾ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നത്. നമ്മൾ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ രണ്ട് തരം മേഖലകളുണ്ട് ജീവിതത്തിൽ. ഒന്ന് നമ്മുടെ ഒരു ഏരിയ ഓഫ് ഇൻഫ്ലുവൻസ്, നമുക്ക് സ്വാധീനമുള്ളൊരു മേഖല. മറ്റൊന്ന് നമുക്ക് സ്വാധീനമില്ലാത്തൊരു മേഖല, നമ്മുടെ ഏരിയ ഓഫ് നോ ഇൻഫ്ലുവൻസ് എന്ന് പറയും. ഇത് രണ്ടുമാണ് നമുക്കുള്ളത്. ഇതിൽ ഏരിയ ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് സ്വാധീനമുള്ള മേഖല എന്ന് പറയുന്നത് നമ്മൾ മാത്രമാണ്. നമ്മളുടെ മുകളിൽ മാത്രമേ നമുക്ക് സ്വാധീനമുള്ളൂ. മറ്റത് നമ്മളൊഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് യാതൊരു സ്വാധീനമില്ലാത്ത മേഖലയാണ്, ഏരിയ ഓഫ് നോ ഇൻഫ്ലുവൻസ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു സ്വാധീനമില്ലാത്ത, നമുക്ക് യാതൊരു തരത്തിലും സ്വാധീനിക്കാനോ ഇൻഫ്ലുവൻസ് ചെയ്യാനോ കഴിയാത്തൊരു മേഖലയിലാണ് നമ്മളുടെ സിംഹഭാഗം പ്രതീക്ഷകളും വെച്ച് പുലർത്തുന്നത്. തീർച്ചയായിട്ടും നിരാശയായിരിക്കും അതിന് അവസാനം കിട്ടാൻ പോകുന്നത്. യു ക്യാൻ ചേഞ്ച് ദ വേൾഡ് എന്ന് പറയും. യു ക്യാൻ ചേഞ്ച് ദ വേൾഡ്, യു കനോട്ട് ചേഞ്ച് ദ വേൾഡ് എന്ന് പറയും. യു കനോട്ട് ചേഞ്ച് ദ വേൾഡ്. കാരണം ഈ പറയുന്ന ലോകം നിങ്ങൾക്ക് അപ്പുറത്തുള്ള ലോകമാണ്, നമുക്ക് യാതൊരു നിയന്ത്രണം. പക്ഷേ യു ക്യാൻ ചേഞ്ച് യുവർ വേൾഡ്. നിങ്ങളുടെ ലോകത്ത് നിങ്ങൾക്ക് നന്നാക്കാം. പ്രതീക്ഷകൾ വേണ്ടത് നമ്മളുടെ മുകളിലാണ്. മറ്റുള്ളവരുടെ മുകളിലാവുമ്പോൾ തീർച്ചയായിട്ടും അൾട്ടിമേറ്റ്ലി നിരാശയായിരിക്കും ഫലം. നമ്മളെപ്പോഴും പറയും, എന്നെ ഒന്ന് വിളിച്ചില്ല, ഇത്ര കാലമായി എന്നെ തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ പറയും. ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് സ്വയം ചിന്തിക്കാനായിട്ട് നമുക്ക് കുറച്ച് അലസരാണ്. ബോധപൂർവമല്ല, അത് മനുഷ്യൻ്റെ ഒരു സ്വാഭാവികമായ രീതിയാണത്. അതിൽ നിന്ന് മാറ്റം വന്ന് പ്രതീക്ഷകൾ മുഴുവൻ അവനവനിൽ നിന്നായിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിലുള്ള തകർത്തുകളെന്ന നിരാശകൾ ഒഴിവാക്കാൻ കഴിയും. ജീവിതം കുറച്ചും കൂടെ സുഗമമാവും. ഇപ്പോൾ നമ്മൾ പലരും സമൂഹത്തിൽ പറഞ്ഞേക്കാം, കുട്ടികളൊക്കെ നന്നായി നോക്കി രക്ഷിതാക്കൾ പ്രത്യേകിച്ചും പറയുന്നേക്കാം, മകനെ നന്നായി പഠിപ്പിച്ചു, നല്ല സ്ഥാപനത്തിൽ പഠിപ്പിച്ചു, നല്ല രീതിയിൽ മകളെ ആണെങ്കിലും പഠിപ്പിച്ചു, കല്യാണം കഴിച്ചു കൊടുത്തു, നല്ല ജോലി വാങ്ങിക്കൊടുത്തു, അതും വിട്ട് ചിലപ്പോൾ വീട് പോലും എടുത്തു കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ വലിയൊരു കാര്യമായിട്ട് മനസ്സിൽ സൂക്ഷിച്ചു വെക്കുകയും കുറേ കഴിയുമ്പോൾ അത് പരിസമാപ്തിയിൽ അത് പരാതിയായിട്ട് മാറുകയും ചെയ്യും. ഇത്രയൊക്കെ ചെയ്തിട്ട് എൻ്റെ മക്കളെന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുക പല രക്ഷിതാക്കളുടെ സ്ഥിരമായ പരാതിയാണ്. നമ്മൾ ആലോചിക്കേണ്ട വിഷയം, നമ്മളുടെ മുകളിൽ എക്സ്പെക്റ്റേഷൻ മാത്രമാണ് നമ്മൾ ഫുൾഫിൽ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ മക്കൾ നന്നായി ജീവിക്കണം, അവർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാവണം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ, കഷ്ടപ്പെട്ട് ചെയ്ത കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ പ്രതിഫലങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങൾ കിട്ടുന്ന ഒരു സോഷ്യൽ റെക്കഗ്നിഷൻ, നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രാറ്റിഫിക്കേഷൻ, ഇതാണ് എൻ്റെ പ്രതിഫലം.
അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു തിരിച്ച് തരണം, നിങ്ങൾ ആവശ്യപ്പെടുമ്പോഴൊക്കെ വരണം, കാണാൻ വരണം, ആവശ്യപ്പെട്ടതൊക്കെ തരണം എന്നൊക്കെ രീതിയിലുള്ള എക്സ്പെക്റ്റേഷൻ വളർന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു എക്സ്ട്രാ ബോണസ് പ്രതീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലവും ബോണസൊക്കെ കിട്ടിക്കഴിഞ്ഞു. അവർ ചെയ്താലൊക്കെ ഇതൊക്കെ ഉണ്ടു. പക്ഷെ നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് യാതൊരു സ്വാധീനമില്ലാത്ത വേറൊരു മേഖലയിലാണ് നമ്മൾ എക്സ്പെക്റ്റേഷൻസ് വെക്കുന്നത്. അങ്ങനെ എക്സ്പെക്റ്റേഷൻസ് വെക്കുമ്പോഴാണ് പലപ്പോഴും നിരാശകളുണ്ടാകുന്നത്. ഇത് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നിരാശകളില്ലാതെ, വിഷാദാവസ്ഥകളില്ലാതെ, പരാതികളില്ലാതെ, എന്നും ഒരു പരാതി പറയുന്ന ഒരു പരാതി കുംഭമായിട്ട് മാറാതെ നന്നായിട്ട് ജീവിക്കാൻ കഴിയുന്നൊരവസ്ഥയാണ്. ഞാനതൊക്കെ പറയുമ്പോഴും ഈ പറയുന്ന പക്വതയുടെ പരിത്യാഗത്തിൻ്റെയൊക്കെ ഒരു ഗിരീശംഗം കയറിയ ആളൊന്നുമില്ല കേട്ടോ. പേര് ഗിരീശൻ എന്നാണെങ്കിലും ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.